40 ലക്ഷം രൂപ പറ്റിച്ചെടുത്ത ഷിബിൻ ലാലെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ രസകരമായ ഒരു സംഭവമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നല്ല ഒരു പറ്റീരാണ് പറ്റിച്ചിരിക്കുന്നത്. അത് ബാങ്കുകാരെയാണ് പറ്റിച്ചിരിക്കുന്നത്. താൻ സ്വകാര്യ ബാങ്കിലെ 40 ലക്ഷം രൂപ പണയം, ഇതിന് സ്വർണം പണയം വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല, അത് അക്ഷയ ഫിനാൻസിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഷിബിൻ ലാലെ കോഴിക്കോട് BSNL ഓഫീസിനടുത്ത് മണക്കട റോഡിലെ ആ ഇസാഫ് എന്ന ബാങ്കിങ് സ്ഥാപനത്തിൽ ചെന്നു. തനിക്ക് 40 ലക്ഷം രൂപയുടെ ഒരു ഇടപാടുണ്ട്, അത് അക്ഷയ ഫൈനാൻസ് എന്ന പ്രൈവറ്റ് ഫൈനാൻസിൽ വെച്ചിരിക്കുകയാണ്, ആ സ്വർണം കൊണ്ടുപോയി ഇസാഫ് ബാങ്കിൽ വയ്ക്കണം, അതിന് 40 ലക്ഷം രൂപ പേ ചെയ്യണം. ബാങ്കിന് അക്ഷയ ഫൈനാൻസിലെ പണയം വെച്ച ആ രസീത് കാണിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ടും ബാങ്കുകാർ അത് വിശ്വസിച്ചു. 40 ലക്ഷം രൂപയാണ്, അത് സ്വർണം അത് കൂടുതലുണ്ടാവുമല്ലോ, എടുത്തില്ലെങ്കിൽ തന്നെ സ്വർണം വിറ്റാണ്, സ്വർണത്തിന് നല്ല മാർക്കറ്റുള്ള സമയമാണ്. അതുകൊണ്ട് ഷിബിൻ ലാലിന്റെ വാക്ക് വിശ്വസിച്ചു. 40 ലക്ഷം രൂപയ്ക്ക് അക്ഷയ ഫൈനാൻസ് അത് എടുക്കാം, എന്നിട്ട് ഇവരുടെ ബാങ്കിൽ, ഇസാഫ് ബാങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്യാൻ സമ്മതിച്ചു. ആ രസീത് അവർ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇനിയിപ്പം അക്ഷയ ഫൈനാൻസിൽ പോയി പണം കൊടുത്തിട്ട് ആ ഗോൾഡ് എടുക്കണം. അങ്ങനെ 40 ലക്ഷം രൂപ ആയി 1-2 സ്റ്റാഫുകൾ പോകുമ്പം അവർക്ക് എസ്കോർട്ടായിട്ട് 7-8 പേരുടെ കൂടെ പോയി. കാറിലും 2 വീലറൊക്കെയാണ് പോകുന്നത്. ഇയാൾ ഒറ്റയ്ക്കാണ് ഷിബിൻ ലാലിന്റെ പ്രവർത്തനം. ഇവരുമായിട്ട് പോയി അക്ഷയ ഫൈനാൻസിന്റെ അടുത്ത് വാഹനം നിർത്തി, അവരുടെ കാറ് നിർത്തി, പിന്നിലെ അവരുടെ കൂടെ വന്ന ബൈക്കുകാർ നിർത്തി. ഇയാള് അവരുടെ കാറിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വേണം അക്ഷയ ഫൈനാൻസിലോട്ട് ചെല്ലാൻ. അപ്പൊ അങ്ങനെ പോയപ്പം ആ പൈസയുള്ള ആൾ കൂടെ വരാവുന്ന ബാങ്കിലെ ഇസാഫ് ബാങ്കിലെ 2 പേര് 40 ലക്ഷം രൂപ ഒരു ബാഗിലാക്കി അവരും ഇയാളൊപ്പം റോഡ് ക്രോസ് ചെയ്തു. റോഡ് ക്രോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഈ ഷിബിൻ ലാൽ എന്ന വ്യക്തി ഈ ബാഗ് തട്ടിപ്പറിച്ച് ഓടി. റോഡിന്റെ മറുവശത്ത് അക്ഷയ ഫൈനാൻസിൻ്റെ അടുത്ത് ഒരു സ്കൂട്ടർ നേരത്തെ ഇയാൾ കരുതി വെച്ചിരുന്നു, അതേ കയറി ഇയാൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോയി. കിട്ടിയില്ല. എന്തായാലും അതിന്റെ പിന്നാലെ ഇവർ ഓടി രക്ഷപ്പെട്ട് പോലീസിനെ അറിയിച്ചു. ഇയാളെ 2 ദിവസത്തിനും കഴിഞ്ഞപ്പം പാലക്കാടിന്റെ പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കയ്യിൽ ഏകദേശം 1 ലക്ഷം ചില്ലാനുണ്ട്. ബാക്കി പൈസയിലെ കണക്ക് ഒക്കെ പറഞ്ഞിട്ട് ശരിയാകുന്നില്ല. പോലീസ് കസ്റ്റഡിയിലാണ്. അടുത്ത ദിവസങ്ങൾ അതേപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ 40 ലക്ഷത്തിന്റെ ഒരു ഇടപാട് നടക്കുമ്പോൾ അത് അക്ഷയ ഫൈനാൻസിന്റെ രസീതും കാണിച്ചു, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ തയ്യാറായില്ല. മുത്തൂറ്റ് ഫിനാൻസിൽ ഇയാൾ ഇതുപോലെ ഒരു അറ്റംപ്റ്റ് നടത്തി. അവിടെ പോയി ഈ 40 ലക്ഷം രൂപ കൊടുക്കാവുന്നവർ പറഞ്ഞു, ആ രസീതും കാണിച്ചു. അവർ വിളിച്ചു ചോദിച്ചോ ഇല്ലെന്നറിയില്ല. അവർ എന്തായാലും ഇതിന് സ്വല്പം മടി കാണിച്ചു. ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു, അടുത്ത ദിവസം ആകട്ടെ എന്ന് പറഞ്ഞ് ഇയാളെ മടക്കി. മുത്തൂറ്റ് ഫൈനാൻസിന് എന്തോ സംശയം തോന്നി. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണം അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നതിൽ മുത്തൂറ്റ് ഫൈനാൻസിൻ്റെയാണ്. മദ്രാസിലായാലും ശരി, നോർത്ത് ഇന്ത്യയിലായാലും ശരി, പല സ്ഥലത്തും സെക്യൂരിറ്റിക്കാരനെ വെടിവെച്ച് കൊന്ന ശേഷം ബാങ്കിലെ അവരെ തോക്കിന്റെ മൂലയിൽ നിർത്തി പണം മുത്തൂറ്റിന്റെ പല ബാങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അവർക്ക് ആ അനുഭവം ഉള്ളത് കൊണ്ട് അവർ പണ ഇടപാടുകൾ വളരെ സൂക്ഷിച്ചു. മേലധികാരി അവരെ ചെക്ക് ചെയ്യുന്ന ചില ഓഫീസേഴ്സ് ഉണ്ട്, മേലധികാരിയൊക്കെ അറിയിച്ച്. അവിടെ റിട്ടയർ ചെയ്ത പല പോലീസ് ഓഫീസേഴ്സും അവരുടെ സെക്യൂരിറ്റി വിഭാഗത്തിലുണ്ട്. അവരോടൊക്കെ ചോദിച്ച ശേഷം ആണ് അവർ ഈ വലിയ എമൗണ്ടുകളൊക്കെ അത് പ്ലെഡ്ജിങ്ങിന് ശേഷം വെക്കുന്നതും അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. കാരണം ഗോൾഡൊക്കെ അവർ കൃത്യമായിട്ട് ഉരച്ചു നോക്കി. അതിനകത്ത് അറിയാം, നമുക്ക് പലരും പറ്റിച്ചിട്ടുണ്ട് ബാങ്കിനെ. ഗോൾഡിൻ്റെ അതിൻ്റെ പുറം പൂശ്, ചിലപ്പോൾ അതിൻ്റെ അകത്ത് മാത്രം അവർ ചെറിയ വെയിറ്റ് വ്യത്യാസം വരാൻ, ആ ഗോൾഡ് ആ കമ്പിക്കുള്ളിൽ അല്ലെങ്കിൽ ആ റിങ്ങിനുള്ളിൽ അകത്ത് മാത്രം ചില ചെമ്പു സാധനങ്ങൾ വെച്ച് അത് പൂശി കൊടുക്കുന്ന ധാരാളം സംഭവങ്ങൾ ഫ്രോഡ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ മുറിച്ചൊക്കെ നോക്കിച്ചൊക്കെയാണ് ഇപ്പം മുത്തൂറ്റ് പ്ലെഡ്ജ് ചെയ്യുമ്പോൾ പണം കൊടുക്കുന്നത്. വളരെ സൂക്ഷിച്ച് അവരുടെ അനുഭവം
മറ്റുള്ള ഫൈനാൻസേഴ്സെക്കാട്ടിലും കൂടുതൽ അനുഭവം മുത്തൂറ്റിനുള്ളതുകൊണ്ട് അവർ വളരെ സൂക്ഷിച്ച് മാത്രമേ പ്ലെഡ്ജിങ് എടുക്കുകയുള്ളൂ, പണം കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇയാളുടെ ഷിബിലാൽ അവിടെ നേരത്തെ അപ്രോച്ച് ചെയ്ത് വേല നടന്നില്ല, അവിടുന്ന് മടങ്ങി. അക്ഷയ ഫൈനാൻസിൽ വന്നു. അവിടെ ഇയാൾ പണ്ട് ഒരു പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ എമൗണ്ടിന് എന്തോ പണയം വെച്ചപ്പോൾ ആ പണയത്തിൻ്റെ രസീത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതേ രീതിയിൽ ഇയാൾ ഒരു രസീത് അടിച്ചു ഇപ്പം 40 ലക്ഷത്തിൻ്റെ. അതെങ്ങനെ അടിച്ചു, എവിടെ അടിച്ചു എന്നുള്ള പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നതിന്. കാരണം അങ്ങനെ ഒരു ഫൈനാൻസിൻ്റെ പേരിൽ ഒരെണ്ണം മാത്രമായിട്ട് ആരും അടിച്ചു കൊടുക്കത്തില്ല, ചിലപ്പോൾ 10 എണ്ണം ആയിരിക്കും അടിക്കുന്നത്. അങ്ങനെ ഇയാൾ അടുപ്പിച്ച് വാങ്ങിച്ചതാണല്ലോ. അപ്പം അവരും ഇങ്ങനെ ഒരു ഫോർജറി അല്ലെങ്കിൽ ഒരു ഫ്രോഡ് പേപ്പർ ഉണ്ടാക്കി കൊടുക്കാൻ കൂട്ടുനിന്നല്ലോ. അതുകൊണ്ട് ആ രസിച്ചു കൊടുത്ത് എവിടെ ഉണ്ടാക്കിയോ അവരും പ്രതികളാകുന്നതാണ്, യാതൊരു സംശയമില്ല. ഇയാൾ ആ രസീത് ഇവിടെ കാണിച്ചപ്പം അന്ധമായിട്ട് അക്ഷയ ഫൈനാൻസുകാർ ഉള്ള ആ രസീത് അത് അന്ധമായിട്ട് ഇസാഫുകാർ വിശ്വസിച്ചു. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാമായിരുന്നു. ഒരു ഫോണിൻ്റെ കാര്യമുള്ളൂ, ഇങ്ങനെ ഒരാൾ 40 ലക്ഷം പണയം വെച്ചിട്ടുണ്ടോ? ഇത് ബാങ്കിനൊരു പാഠമാകണം. കാരണം ഇതുപോലെ ഉള്ള വൺ മാൻ ഓപ്പറേഷനാണ് ഈ ചീറ്റിങ്. നല്ലൊരു ചീറ്റിങ്, നല്ലൊരു ഫ്രോഡ്. ഇയാൾ തപ്പിപ്പറക്കിക്കൊണ്ട് പോയ സമയത്ത് തീർച്ചയായിട്ടും അയാളെ ഓടിച്ചിട്ട് പിടിക്കാമെങ്കിൽ പണം മുഴുവൻ കൈപ്പറ്റിയാണ്. പക്ഷേ അയാൾ നേരത്തെ കരുതി വെച്ചിരുന്ന അയാളുടെ 2 വീലർ അക്ഷയ ഫൈനാൻസ് സമീപത്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിൽ അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിൽ കയറി രക്ഷപ്പെട്ടു പോയി. എന്തായാലും പോലീസ് നല്ലൊരു ജോലി ചെയ്തിട്ടുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പൈസ എങ്ങാണ്ട് കയ്യിലുണ്ടായിരുന്നു. ബാക്കി പൈസ ഇയാൾ എവിടെയാണ് ഒളിച്ചു വെച്ചതെന്നുള്ള കാര്യം ഇനി വരാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സഫാരി ചാനലിൽ ആ കാര്യം അവൻ്റെ സഞ്ചാരത്തിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ബോംബെയിലെ ജാവേദ് ആൻഡ് സൺസ് ഉള്ള ഡയമണ്ട് വ്യാപാരിയോട് വലിയൊരു ഫ്രോഡ് ഉണ്ടായി. CBI ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ്. ഇതിനകത്ത് ഒത്തിരി കഥകളുണ്ട്. അവിടെ ഇയാൾ കുറേ റിക്രൂട്ട് ചെയ്ത CBIയിലേക്ക് റിക്രൂട്ട് ചെയ്ത 10-40 ആയിട്ട് അവിടെ ചെന്ന് അവിടെ ഒരു ചെക്കിങ് നടത്തി. നേരത്തെ അവർക്ക് നോട്ടീസൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ റിവോൾവറുമായിട്ട് നിൽക്കുന്ന 5-8 ജീവനക്കാരും ഉണ്ട്. കാരണം അത്ര വലിയ ബോംബെയിലെ ഏറ്റവും പ്രശസ്തമായ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡയമണ്ട് വ്യാപാരിയാണ് ജാവേദ് ആൻഡ് സൺസ്. അതുകൊണ്ട് തോക്കുധാരികൾ ആൾക്കാർ ആ ഷോപ്പിനകത്ത് തന്നെയുണ്ട്. അവിടെ ചെന്ന് അവരെ എല്ലാം പറ്റിച്ച് അവരുടെ കുറേ ഡയമണ്ടുകൾ അവരും 2 സ്റ്റാഫുമായിട്ട് CBI ഓഫീസിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അത്തരം ഡയമണ്ടുകൾ ചെക്ക് ചെയ്യണം, വേ ചെയ്യണം, CBI ഓഫീസിൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ഈ 2 പേരെയും അയാളെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളിലൂടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ CBI ഓഫീസറാന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ആ സ്ഥാപനത്തിൽ നിർത്തിയിട്ട് ഇയാളും ഈ CBI ഓഫീസറും അവിടുത്തെ 2 സ്റ്റാഫും ഈ ഡയമണ്ടുമായിട്ട് നേരെ അവരുടെ കാറിൽ വലിയൊരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോയി. അതിനുശേഷം ആ ബിൽഡിങ്ങിലേക്ക് കയറി ഇയാളങ്ങ് പോയി രക്ഷപ്പെട്ടു. ഇതുവരെ അത് പിടിച്ചിട്ടില്ല. അതൊരു മലയാളി ആണ് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബോംബെ പോലീസ് വന്നപ്പോൾ എന്നെ കണ്ടിരുന്നു. അത് ട്രിവാൻഡ്രത്ത് ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു മലയാളി തന്നെയാണ്. ഇന്ന് വരെ അത് പിടിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രോഡിൻ്റെ ലക്ഷണം ഇതിനകത്ത് കാണുന്നുണ്ട്. അത് ഇതുപോലെയുള്ള ആൾക്കാർ മലയാളികളാണ് ഇത്ര നല്ല ഫ്രോഡുകൾ, നല്ല ഫ്രോഡെന്നാണ് ഞാൻ പറയുന്നത്, നല്ല ഫ്രോഡുകൾ ചെയ്യുന്നത്. അത്ര നല്ല രീതിയിലുള്ള ഓപ്പറേഷൻ നടത്താൻ കഴിവ് മലയാളിക്കും തമിഴ്നാട്ടിലുള്ളവർക്കും. പിന്നെ ഞാൻ കാണുന്നത് പഞ്ചാബിയാണ്. കാരണം കള്ളനോട്ടടിക്കുന്നത് നമുക്കറിയാം, ഏറ്റവും മിടുക്കരായ മലയാളികളും പിന്നെ അതിൻ്റെ പിറകിൽ പ്രസ്സും ഒക്കെ ആയിട്ട് ഒരു തമിഴിനും പിന്നെ പഞ്ചാബിയാണ് ഇന്ത്യയിലെ കള്ളനോട്ടിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതുവരെയുള്ള പല കേസുകളുടെയും നമ്മൾ പ്രതിക്കോളം നോക്കുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവർ പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു ഷിബിലാലിനെ പറ്റി കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. കാരണം നല്ലൊരു ഫ്രോഡാണ്, നല്ലൊരു സ്നാച്ചറാണ്, വൺ മാൻ ഓപ്പറേഷനാണ് അയാൾ ഇപ്പം നടത്തിയിരിക്കുന്നത്. അയാളെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ നോക്കണം. 40-40 വയസ്സുള്ള ആളാണ്. ഒറ്റയ്ക്കാണ് 8-10 പേരെ പറ്റിച്ച് ഈ പൈസയായിട്ട് ഓടി രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം പോലീസ് ശ്രദ്ധിക്കണം. കാരണം ഇയാളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ, ഈ ബാക്കി പണം ഇയാൾ എവിടെ വെച്ചു, ആരെ ഏൽപ്പിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഇതിൻ്റെ പിന്നിൽ മിക്കവാറും ആ സ്ഥലത്ത് ഇയാൾ ബൈക്കിൽ ഓടി രക്ഷപ്പെട്ട് ഇയാളെ പിടിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ കവർ ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. ഇതിൻ്റെ പിന്നിൽ നല്ല വൺ മാൻ ഓപ്പറേഷൻ എന്ന് നമുക്ക് തോന്നിയാലും ഇതിൻ്റെ പിന്നിൽ ഇയാളുടെ സുഹൃത്തുക്കൾ ചിലപ്പം ധാരാളം പേര് ഉണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു.